പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. മിസൈലുകളും ഡ്രോണുകളും ചീറിപ്പായുന്ന ലോകം മുഴുവൻ ഭയക്കുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ ഒരു കപ്പൽ മാത്രം യാതൊരു പോറലുമേൽക്കാതെ സുരക്ഷിതമായി കടന്നുപോകുന്നു. അതും സാക്ഷാൽ ഇറാൻ നാവികസേനയുടെ നേരിട്ടുള്ള VIP അകമ്പടിയോടെ. ആ കപ്പലിന് ഇത്ര വലിയ സുരക്ഷ ലഭിക്കാൻ കാരണമൊന്നേ ഉള്ളൂ, അതിൽ പാറിപ്പറക്കുന്നത് ഇന്ത്യൻ ത്രിവർണ്ണ പതാകയാണ്. 10 ദിവസത്തോളം പേർഷ്യൻ കടലിൽ നങ്കൂരമിട്ടിരുന്ന ഇന്ത്യൻ LPG ടാങ്കറാണ് മാർച്ച് 13 സുരക്ഷിതമായി യാത്ര തുടർന്നത്. കപ്പലിന്റെ പതാക, ലക്ഷ്യസ്ഥാനം എന്നിവയ്ക്കൊപ്പം ജീവനക്കാരല്ല ഇന്ത്യക്കാരാണെന്നും ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇറാൻ നാവികസേന കപ്പലിന് സുരക്ഷിതമായ ഒരു പ്രത്യേക പാതയൊരുക്കി നൽകിയത്. യാത്രയിലുടനീളം ഇറാൻ സേന അവരുമായി റേഡിയോ ബന്ധം പുലർത്തിയിരുന്നു. GPS തടസ്സങ്ങളെ അതിജീവിച്ച് സിഗ്നലുകൾ ഓഫ് ചെയ്ത് കടുത്ത ജാഗ്രതയോടെ ഇറാനിയൻ ദ്വീപുകളായിട്ടുള്ള ലാറക്കിനും ക്വഷ്മിനും ഇടയിലൂടെ നീങ്ങിയ കപ്പലിനെ ഒമാൻ ഉൾക്കടലിൽ വെച്ച് നമ്മുടെ സ്വന്തം ഇന്ത്യൻ നാവികസേന സ്വീകരിച്ചു. തുടർന്ന് ഇന്ത്യൻ നാവികസേനയുടെ കാവലിൽ കപ്പൽ ഇന്ത്യയിലേക്ക് തിരിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഈ പ്രദേശം അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധകളമാണ്. കടലിൽ കുഴി ബോംബുകൾ, ആകാശത്തിൽ ഡ്രോണുകൾ, ആക്രമണങ്ങളിൽ ഇതിനോടകം തന്നെ നിരവധി നാവികർക്ക് ജീവനും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇൻഷുറൻസ് തുക കുത്തനെ ഉയർന്നതോടെ കപ്പലുകൾ ഈ വഴി വരാൻ തന്നെ ഭയക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വലിയ ഭീതികൾക്കിടയിലാണ് ഒരു ഇന്ത്യൻ കപ്പലിന് ഇത്തരമൊരു രാജകീയ പരിഗണന ലഭിക്കുന്നത്. ഇത് യാദൃശ്ചികമായി സംഭവിച്ച ഒന്നല്ല. വിദേശകാര്യമന്ത്രി S ജയശങ്കർ വ്യക്തമാക്കിയതുപോലെ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ശക്തമായ നയതന്ത്ര ബന്ധത്തിന്റെ പ്രതിഫലനം തന്നെയാണത്. ഇന്ത്യയുടെ ഊർജ്ജ വിതരണ പാതകൾക്ക് യാതൊരു കോട്ടവും തട്ടാതിരിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന കൃത്യമായിട്ടുള്ള ഇടപെടലുകളുടെയും ചർച്ചകളുടെയും ഫലം. നിലവിൽ കുടുങ്ങിക്കിടക്കുന്ന മറ്റ് 22 ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലുകളും സജ്ജമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള കടൽപാതയിൽ ഇന്ത്യൻ പതാകയ്ക്ക് ലഭിക്കുന്ന ഈ സ്വീകാര്യത നൽകുന്ന വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. ലോകം മുഴുവൻ കത്തുന്ന പ്രതിസന്ധികൾക്ക് നടുവിലും സ്വന്തം പൗരന്മാരെയും സമ്പത്തിനെയും സംരക്ഷിക്കാൻ കെൽപ്പുള്ള അതിശക്തമായിട്ടുള്ള ഒരു വിദേശകാര്യ നയതന്ത്രം ഇന്ന് ഇന്ത്യക്കുണ്ട്. ഇതാണ് പുതിയ ഇന്ത്യ. ഭയന്ന് പിന്മാറുന്നതിന് പകരം പ്രതിസന്ധികളെ നെഞ്ചുവിരിച്ച് നേരിട്ട് അതിനെ മറികടക്കുന്ന നരേന്ദ്രമോദിയുടെ ഇന്ത്യ.